കൊല്ലത്ത് മത്സരിക്കാൻ മുകേഷിന് സീറ്റില്ല. വിവാദങ്ങൾ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷിന് ഇത്തവണ സീറ്റില്ല. CPIM ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ധാരണയായത്. മുകേഷിന് പകരം കൊല്ലത്ത് ജയമോഹനെ മത്സരിപ്പിക്കാനാണ് നീക്കം. ജില്ലയിൽ 3 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. കൊല്ലം മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും മുകേഷാണ് MLA. മുകേഷിനെതിരെ ഉയർന്ന തുടർച്ചയായ വിവാദങ്ങളും ലൈംഗിക ആരോപണങ്ങളും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ സീറ്റ് നൽകാത്തതെന്നാണ് വിവരം. ഏപ്രിൽ 1 കേരളത്തിലെ വിശ്വാസികൾ വീടുകളിൽ ചിരാത് തെളിയിക്കണം. അയ്യപ്പന്റെ ജന്മദിനമായ ഏപ്രിൽ 1 കേരളത്തിലെ വിശ്വാസികൾ വീടുകളിൽ ചിരാത് തെളിയിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചെങ്ങന്നൂരിൽ BJPയുടെ നേതൃത്വത്തിൽ നടത്തിയ വിശ്വാസ ജനസഭ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയ്യന്റെ ജന്മദിനമായ പൈങ്കുനി ഉത്രം ദിനമായ ഏപ്രിൽ 1 കേരളത്തിൽ വിശ്വാസികളുടെ ഭവനങ്ങളിൽ ചിരാത് തെളിയിക്കണം. സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ വൈകിട്ട് ഹരിവരാസനം പാടുന്നതുവരെ അത് തെളിയിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വീണ ജോർജിന്റെ കഴുത്തിന് ക്ഷതം, മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത്. KSU കരിങ്കൊടി പ്രതിഷേധത്തിനിടെ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് ക്ഷതമേറ്റതായി മെഡിക്കൽ ബുള്ളറ്റിൻ. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം മന്ത്രിയെ പരിശോധിച്ചു. MRI സ്കാനിംഗ് നടത്തണമെന്ന് മെഡിക്കൽ ബോർഡ് അറിയിച്ചു. മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. CPIM പ്രതിഷേധത്തിനിടെ പുതുയുഗയാത്രയുടെ ഫ്ലക്സുകൾ തകർത്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ CPIM പ്രവർത്തകർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ ഫ്ലക്സുകൾ അടിച്ചു തകർത്തു. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് CPIM നടത്തിയ ഐക്യദാർഢ്യ പ്രതിഷേധ മാർച്ചിലായിരുന്നു സംഭവം. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ ഫ്ലക്സ് ബോർഡുകളാണ് അടിച്ചു തകർത്തത്. വാമനപുരത്ത് വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഒളിവിൽ പോയ പ്രതി പിടിയിൽ. തിരുവനന്തപുരം വാമനപുരത്ത് വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. ഐല സ്വദേശി അജേഷിനെയാണ് വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 11-ാം തീയതി വാമനപുരം കളമച്ചൽ സ്വദേശിയായ വീട്ടമ്മയെ തേങ്ങ വെട്ട് തൊഴിലാളിയായ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. വീട്ടിൽ തേങ്ങയിടാനെത്തിയ പ്രതി ഈ സമയം വീട്ടിൽ മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കി വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ വീട്ടമ്മ ബഹളം വെച്ച് കുതറിമാറി പുറത്തേക്ക് ഓടുകയും അയൽ വീട്ടിൽ വിവരമറിയിച്ചതോടെ പ്രതി വീട്ടിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെടുകയുമായിരുന്നു.